കേരള സ്റ്റോറികൾ പലവിധം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാ തൃശൂർ കൊടുങ്ങല്ലൂരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു കൊടുങ്ങല്ലൂർ കഥ. തങ്ങളുടെ അമ്മയുടെ മരണാനന്തര ചടങ്ങിനോടനുബന്ധിച്ച് സൗഹാർദ്ദത്തിന്റെ നോമ്പുതുറ ഒരുക്കിയ മക്കൾ നമുക്ക് പുതിയ കേരള സ്റ്റോറി പറഞ്ഞു തരികയാണ്. ഇടവിലങ്ങുകാർക്ക് ഏറെക്കാലം ഭക്ഷണം വിളമ്പി നൽകിയ നടുമുറി പരേതനായ ചന്ദ്രന്റെ ഭാര്യ തങ്ക ഇക്കഴിഞ്ഞ ഫെബ്രുവരി 10 മരണമടഞ്ഞത്. തങ്കയുടെ ഭൗതിക ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി വിട്ടു നൽകിയിരുന്നു. അമ്മയുടെ അടിയന്തര ദിവസം പതിവ് ചടങ്ങുകൾക്ക് പുറമെ നോമ്പുതുറ ഒരുക്കുകയായിരുന്നു മക്കളായ മതിലകം BPC പ്രശാന്തും ചെന്നൈ ബാർക്കിലെ ജീവനക്കാരനായ പ്രജീഷ് കുമാറും. ഈ കാലഘട്ടത്തിൽ ഇവിടെ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത്, ഒരുമിച്ച് സഹവർത്തിത്വത്തോടെ സ്നേഹത്തോടെ ജീവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെതിരെ ഇല്ലാക്കഥ പ്രചരിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നു, ഒരുമിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പരസ്പരം സഹകരണത്തോടെ ജീവിക്കുന്നു എന്ന സന്ദേശം അമ്മ നിരന്തരം കൊണ്ടു നടന്നിരുന്നതാണ്. എല്ലാവർക്കും ഒരുപോലെയാണ് അമ്മ ഊണ് വിളമ്പിയിരുന്നത്. അത് തുടർന്നും കൊണ്ടുപോകണമെങ്കിൽ അമ്മയുടെ ആഗ്രഹം ഇതായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരത്തോടൊപ്പം നോമ്പുതുറ നടത്തുന്നത്. ഇത് എല്ലാവർക്കും ഒരു സന്ദേശമാകുമെന്ന് ഞങ്ങൾ ചെറിയ എളിമയോടെ തന്നെ ആഗ്രഹിക്കുകയാണ്. സൗഹൃദത്തിന്റെ ഈന്തപ്പഴമധുരം നുണഞ്ഞ് നൂറുകണക്കിന് വിശ്വാസികൾ നോമ്പു തുറന്നു. കയ്പമംഗലം MLA ET ടൈസൺ മാസ്റ്റർ ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ നോമ്പുതുറയിൽ പങ്കെടുത്തു. അപരവിദ്വേഷത്തിന് ബദൽ ചേർത്തുപിടിക്കലാണെന്ന് പറഞ്ഞു തന്ന നോമ്പുതുറ പല ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയായി മാറി. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.